ഞാൻ PSC പഠനരംഗത്തേക്ക് കടന്നു വന്നതിന് ശേഷം വന്ന പലർക്കും ജോലി നേടിയിട്ടും ഇത്രയും നാളായി പഠിക്കുന്ന എനിക്ക് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനോ ജോലി നേടാനോ സാധിക്കുന്നില്ല. ഇത്തരത്തിൽ ചിന്തിച്ച് വിഷമിക്കുന്ന ചിലരെങ്കിലും നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരോട് ഒരു കാര്യം പറയാം. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും 6 മാസം കൊണ്ടോ അല്ലെങ്കിൽ 1 വർഷം കൊണ്ടോ ഒക്കെ പഠിച്ച് ജോലി നേടിയവരുടെ കാര്യം. അപ്പോൾ അങ്ങനെ വിജയിക്കണമെങ്കിൽ അവർ നമ്മൾ പഠിക്കുന്ന രീതിയിലും അതുപോലെ തന്നെ നമ്മൾ കണ്ടെത്തുന്ന സമയം പോലെ ആയിരിക്കില്ല പഠനത്തിന് വേണ്ടി കണ്ടെത്തുന്നുണ്ടാവുക. അവർ ഈ പഠന കാലയളവിൽ അത്രയും സമയം കണ്ടെത്തി എഫേർട്ട് എടുത്ത് പഠിക്കുന്നതുകൊണ്ടാണ് അവർക്ക് ഈ വിജയം നേടാൻ സാധിച്ചത്. 1-2 വർഷം പരിശ്രമിച്ചിട്ടും നിങ്ങൾക്ക് ജോലി കിട്ടിയില്ല എന്ന് കരുതി നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം ഈ അടുത്ത കാലത്ത് ഞാനൊരു പുള്ളിയെ പരിചയപ്പെട്ടു. അദ്ദേഹം 12 വർഷമായി PSC എക്സാം എഴുതുന്ന ഒരാളാണ്. ഈ കഴിഞ്ഞ മാസമാണ് പുള്ളി ഒരു ജോലിയിൽ പ്രവേശിച്ചത്. അപ്പോൾ അങ്ങനെയും ചിലർ നമുക്ക് ചുറ്റിലുണ്ട്. നമുക്ക് ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനെ പാതി വഴിയിൽ ഉപേക്ഷിക്കാതെ ആ ലക്ഷ്യത്തിലെത്തുന്നവരെ പോരാടിക്കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്കും ഒരു ജോലി നേടാൻ സാധിക്കും. അപ്പോൾ ഒരാളെ സംബന്ധിച്ച് ഈ 12 വർഷക്കാലം എന്നൊക്കെ പറയുന്നത് വലിയൊരു കാലഘട്ടമാണ്. പക്ഷേ പുള്ളി ആ 12 വർഷത്തിനുള്ളിൽ വേണ്ടത്ര രീതിയിൽ ഈ പരീക്ഷയോട് സമീപിച്ചത് ഈ അടുത്ത കാലത്തായിരിക്കും. അതുകൊണ്ടാവാം ആ പുള്ളിക്ക് ഇത്രയും കാലതാമസം നേരിടേണ്ടി വന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കും ഈ 1-2 വർഷമായിട്ട് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മളെ പഠന രീതിയിലും അതുപോലെ തന്നെ നമ്മൾ ഈ പഠനത്തോടുള്ള സമീപനത്തിലും ചെറിയൊരു മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ടാവും. അതെന്താണെന്ന് നമ്മൾ കണ്ടെത്തി ആ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്കും വിജയിക്കാൻ സാധിക്കും. നമ്മളൊരിക്കലും നമ്മുടെ പഠന കാലയളവും മറ്റൊരാളുടേതുമായി താരതമ്യം ചെയ്യാതിരിക്കുക. കാരണം നമുക്ക് ഓരോരുത്തർക്കും കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കാനുള്ള കഴിവൊക്കെ വ്യത്യസ്തമായിരിക്കും. ചിലർക്ക് ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് മനസ്സിൽ പതിയും. പക്ഷെ മറ്റൊരാളാണെങ്കിൽ അയാൾക്ക് കേട്ടാൽ മാത്രം പോരാ, ആ കാര്യം വായിക്കുകയും വേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിൽ നമ്മളെ ഓരോ പഠന രീതിയും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നിങ്ങൾ കഴിയുന്നത്ര മറ്റുള്ളവരുടെ പഠനമായി താരതമ്യം ചെയ്യാതിരിക്കുക. നമുക്കൊരു കാര്യം നേടിയെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനോട് 100% നീതി പുലർത്തുന്നില്ല എന്നതാണ് സത്യം. നമ്മൾ ഏതൊരു കാര്യത്തിനായാലും ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്കത് നേടിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പഠനരംഗത്തുള്ളവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മളീ പഠിക്കുന്ന കാലയളവിൽ പരമാവധി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് ജോലി നേടാൻ സാധിക്കണം. കാരണം നമുക്കെന്തായാലും ഒരു ജോലിയേ വേണ്ടതുള്ളൂ. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ജോലി ഏതാണോ അതിലേക്ക് എത്തിപ്പെടാൻ ശ്രമിക്കുക. അല്ലാതെ ഏതെങ്കിലും ഒരു ജോലി എന്ന രീതിയിൽ നമ്മൾ ഒതുങ്ങി പോകാൻ പാടില്ല. നമുക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഇന്നൊരു ജോലി നേടിയെടുക്കുന്നുണ്ടെങ്കിൽ ആ ജോലി നേടിയെടുത്തിട്ട് മാത്രമേ നമ്മുടെ പഠനം ഉപേക്ഷിക്കാൻ പാടുള്ളൂ. ഒരുപക്ഷെ നമുക്ക് പഠനത്തിൻ്റെ ഇടയിൽ നമുക്ക് ഏതെങ്കിലും ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ചില ആൾക്കാരെങ്കിലും അതുമായി തൃപ്തിപ്പെട്ടു പോകാൻ ശ്രദ്ധിക്കാറുണ്ട്. നമ്മളൊരിക്കലും അങ്ങനെ അറിയാം. നമ്മൾ ആഗ്രഹിച്ച ജോലി നേടിയെടുക്കണം. ഒരുപക്ഷെ നമുക്കിപ്പോൾ പഠിക്കുന്ന സമയത്ത് കിട്ടുന്നത്ര സമയം പിന്നീട് അങ്ങോട്ട് പഠിക്കാൻ വേണ്ടി കിട്ടണമെന്നില്ല. നമ്മളൊരു ജോലിയിലൊക്കെ കയറി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വർക്ക് ലോഡും പ്രഷറും ഒക്കെ ഉണ്ടാവും. എന്ന് കരുതി അത് എല്ലാ ഓഫീസിലും ഉണ്ടാവണമെന്നില്ല. എങ്കിലും ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ളൊരു മനോഭാവം കുറഞ്ഞു വരും. കാരണം ഇത്രയും നാൾ നമുക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു, ഒരു ജോലി എന്നത്. ഇപ്പോൾ അത് നേടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് അങ്ങോട്ട് ഒന്ന് തണുക്കും. അതുപോലെ തന്നെ PSC പഠനരംഗത്തിൻ്റെ ഒരു പ്രത്യേകത, നമ്മളൊരു ടച്ച് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിലുള്ളത് കംപ്ലീറ്റ് പോകും. ഇതെല്ലാവർക്കും ഉണ്ടാകുന്നില്ല, എങ്കിലും മിക്ക ആൾക്കാരും പറഞ്ഞു കേൾക്കാറുള്ള ഒരു കാര്യമാണ്. നമ്മളൊരു 6 മാസമോ അല്ല 1 വർഷമോ ഈ പഠനരംഗത്ത് നിന്ന് വിട്ട് കഴിഞ്ഞാൽ അത്രയും നാൾ പഠിച്ചതിൽ പകുതിയിലധികം കാര്യങ്ങളെങ്കിലും നമ്മൾ മറന്നു പോകും. അതുകൊണ്ട് നമ്മൾ ഈ പഠനരംഗത്ത് തന്നെ പരമാവധി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനും നമ്മൾ ആഗ്രഹിച്ച ജോലി നേടിയെടുക്കാനും ശ്രദ്ധിക്കണം.